വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം എൻ്റെ കൂടെയല്ല നിങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്, അമ്മയുടെ കൂടെയാണ്. അമ്മ തൊഴിലുറപ്പിന് പോകാൻ പോവാണ്. അപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നതിന് അമ്മ എന്താണ് ഒരുങ്ങുന്നത്, അമ്മയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അല്ലാണ്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കല്യാണത്തിന് പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, ഓഫീസിൽ പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാരെങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ നമുക്കൊന്ന് കണ്ടു നോക്കാം. അമ്മോ എന്തിയേ, പോകാറായില്ലേ അമ്മയ്ക്ക്? പോകാറായില്ലേന്നോ? രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് സകല പണിയും ചെയ്ത് വെച്ചിട്ട് ഈ ജനലൊന്ന് കഴിച്ചിട്ട് ഡ്രസ്സ് മാറി ഒരുങ്ങാനൊക്കെ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഒന്ന് കഴിക്കട്ടെ എന്തെങ്കിലും. എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി അമ്മ ഒരു മുട്ട കഴിച്ചോണോന്ന്. അതുകൊണ്ട് ഞാൻ 2 ചപ്പാത്തി ഒരു മുട്ടക്കറിയും കൂടെ ഒന്ന് കഴിക്കാൻ എടുക്കട്ടെ. രാവിലെ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി കുളിയൊക്കെ കുളിച്ചിട്ടൊക്കെ രാവിലെ പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും കുളിക്കാതെ പോകുന്നല്ലോ. കുളിയും കഴിഞ്ഞ് രാവിലെ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ പണിയെല്ലാം കുറേ ഒതുക്കി വെച്ചു, ബാക്കി ഒച്ച ചെയ്തോളൂ. ഈ രാവിലെ ഒന്ന് കഴിച്ചേക്കാൻ, കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. കൊണ്ടുപോകാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചു. അതെ, ചപ്പാത്തി മുട്ട. അവൻ മുട്ട രാവിലെ കഴിക്കും. അന്നേരം അവൻ എന്നോട് പറയാം, അമ്മ പണിക്ക് പോകുന്ന ദിവസമല്ല അമ്മ ഒരു മുട്ട കഴിച്ചിട്ട് വെക്കും. ഇപ്പോൾ ആണെങ്കിൽ അമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് മണ്ണ് വെട്ടാനൊക്കെയാണെന്ന് അമ്മ പറഞ്ഞില്ലേ, അതുകൊണ്ട് അമ്മ ഒരു മുട്ട കഴിച്ചിട്ട് പൊക്കുമെന്ന് പറഞ്ഞ കാരണം അന്ന് മുതൽ എനിക്കൊരു മുട്ട കഴിക്കുന്നുണ്ട്. എന്തായാലും ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചിട്ട് നമുക്ക് ഒരുങ്ങി എനിക്ക് പോകണ്ടേ. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരുങ്ങി പോകുന്നതെന്ന്, ഇപ്പം തൊഴിലുറപ്പിന് പോകുമ്പോൾ ഒരുങ്ങിയാ പോകുന്നത്. അതിന് പറയുന്നത് എന്താണ്? ഗെറ്റ് റെഡി വിത്ത് മീ. അതൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഇംഗ്ലീഷ് വാക്കുകളൊന്നും എന്നോട് ചോദിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അല്ലാതെ വലിയ ഭാഷയിലൊന്നും സംസാരിക്കാനോ ഒന്നും എനിക്കറിയത്തില്ല. എങ്ങനെ വീട്ടിൽ സംസാരിക്കാൻ അതുപോലെ സംസാരിക്കുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് കഴിച്ചിട്ട് ഞാൻ ഒരുങ്ങനൊക്കെ പോകുമ്പോൾ ബാക്കി കാണിക്കാം. കടിപ്പൊക്കെ പെട്ടെന്ന് കഴിച്ചു. ഇതേ ഈ നൈറ്റി അല്ലേ ഞാൻ ഇടുന്നത്, കണ്ടോ എൻ്റെ ഈ നൈറ്റി. ഞാൻ ഈ നൈറ്റി ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാവേ. നൈറ്റി ഇട്ടു, ഇനിയും ബാക്കി പരിപാടികൾ ചെയ്യാം. അമ്മയുടെ ഒരുക്കുപുരയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തോല മുറിച്ച് മുഖമൊക്കെ തുടച്ച് വേർപ്പൊക്കെ അമ്മ ഫൗണ്ടേഷനൊക്കെ ഇടുന്നുണ്ടോ? അമ്മ ഫൗണ്ടേഷനൊക്കെ ഇടുന്നുണ്ടോ? എന്നോട് ചോദിക്കരുത്. പൗഡർ തന്നെ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇടത്തില്ല. എന്താ പറയുക, നമ്മൾ ഒന്നാമത് വെയിലത്ത് പണിക്ക് പോകുന്ന വേർത്തിട്ട് അത് മൊത്തം ഒലിച്ചിങ്ങി ഇറങ്ങും. അതിലും ഭേദം ഇടായിരുന്നാൽ പോലെ. അത് കാരണം ഞാൻ ഇടത്തില്ല, പൗഡറൊന്നും എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഇടുന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ഈ നെറ്റിയെപ്പെട്ടാൻ വേണ്ടി കുങ്കുമത്തിൻ്റെ പേസ്റ്റ് അത് വരട്ടും. എന്നിട്ട് കുങ്കുമം പരട്ടും. കുങ്കുമം അതേ വരട്ടും. അപ്പോൾ ഒലിച്ചിറങ്ങത്തില്ല. അന്നേരം എൻ്റെ കുങ്കുമം അവിടെ ഇരുന്നോളൂ. ഇല്ല, എൻ്റെ കുങ്കുമം എല്ലാം ഒഴുകി പോകത്തില്ലേ, അതിനാണ് കുങ്കുമം. എന്നാലും ഒഴുകും. ഞാൻ എൻ്റെ മൊത്തം വേർപ്പാ. ഞാൻ പണിത് കയറുമ്പോൾ മൊത്തം ആകും. അത് ചെയ്തു. പിന്നെ പൊട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു പൊട്ട്. ഇത്ര ഒരു പൊട്ടിൻ്റെ ഒക്കെ ആവശ്യമേ നമുക്ക്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ അത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ചന്ദനം തൊടുന്നത്. ഇന്ന് ചന്ദനമൊക്കെ തൊട്ടതൊക്കെ രാവിലത്തെ പണിയുടെ മൂച്ചിന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കറി വെച്ചു, ചോറൊക്കെ വെക്കണ്ടേ. പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ അവളെ കറിയുടെ കുറച്ചൊക്കെ സെറ്റ് ചെയ്തു, ബാക്കി അവൾ സെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്യണം. ചെറുക്കാപ്പയെ കുളിപ്പിച്ചു. എന്തെല്ലാം പണികൾ രാവിലെ ചെയ്ത് അതിനടുത്ത് മുടിഞ്ഞ മഴ. എന്തോ മഴ നേരം വെളുത്ത്. എത്ര മാസമായി ഈ മഴ തുടങ്ങിയിട്ട്. മഴ കാരണം വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല. ഞാൻ ചന്ദനം ഒന്ന് ചാലിച്ചോണ്ട് വരട്ടെ. ചന്ദനം അത് ഞാൻ സ്ഥിരം തൊടുന്നു. എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഒരു കുറി തൊടുന്നുണ്ട് നിർബന്ധം. അത് പണിക്ക് പോയാലും കൂടെ എവിടെ പോയാലും അവിടെ ചെല്ലുന്നിടം വരെയെങ്കിലും നമ്മുടെ നെറ്റിയെ കാണുമല്ലോ. പിന്നെ പണി തുടങ്ങി കഴിഞ്ഞാൽ തൂത്തോട് തൂക്കാം മുഖം. അന്നേരം എവിടെ കാണാൻ. അതുകൊണ്ട് ചന്ദനങ്ങളൊന്ന് തൊട്ടേക്കാം. ഇത് ഞാനേ ഇവർ കല്യാണത്തിന് മേടിച്ചതാണ് ഈ കണ്ണാടി. അവൾ നിന്നൊരുങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ എല്ലാ അപ്പുറത്തെ മുറിയിലൊക്കെ അരമാരി ഉള്ളതുകൊണ്ട് ഇതിന് മുന്നിൽ അങ്ങനെ അധികം പേര് വരത്തില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നിന്നു ഒന്ന് പൊട്ടക്കത്തോടും വലിയ ഒരുക്കം വന്നിരുന്നു. ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരുക്കങ്ങളെ. മുടി കെട്ടണ്ടേ? മുടി എൻ്റെ പൊന്നെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മുടി കണ്ട് നിങ്ങൾ ഞെട്ടരുത്. കണ്ടോ എൻ്റെ കാക്കൂന്തലൊന്ന് ചീകി എടുക്കണമെങ്കിൽ എത്ര നേരം വേണമെന്നറിയാവോ? ഇതൊന്ന് ചീകി കെട്ടാൻ ഞാൻ കിടന്ന് പാടുപെടുന്നത് നിങ്ങൾക്ക് അറിയാവോ? എപ്പോഴെ കൊണ്ട് ഏതൊന്ന് കെട്ടും ഞാൻ ഈ മുടി എന്ന്. ഉണ്ടോ, നേരത്തെ പണ്ടൊക്കെ കുറച്ച് മുടി ഉണ്ടായിരുന്നൊക്കെ തോന്നുന്നു. പക്ഷെ എനിക്ക് ശോഭന ചേച്ചി വന്നു. കൂട്ടുകാരി കിടന്ന് അലറുന്നു. കൂട്ടുകാരി വരാം, നിക്കേ.
ഉറക്കവാ ഉറക്കവാടി. ശോഭന ചേച്ചി മറ്റൊരു സുന്ദരി തൊഴിലുറപ്പിന് പോകുന്നത് കണ്ടോ, ഇതേ കോലത്തിൽ തന്നെയാണ് അമ്മ ഒരുങ്ങുന്നത്. ഞങ്ങൾ സെയിം ഒരുങ്ങുകാരിയാണ്. അവളെന്നും ഇവിടെ വരും രാവിലെ. എൻ്റെ അനിയത്തിയാണ്, എൻ്റെ അമ്മാവിൻ്റെ മോളാ. നിക്കടി അവളെ അങ്ങോട്ടേ കണ്ടോ, എൻ്റെ അമ്മ നമ്മളെ രണ്ടുപേരും കണ്ടോ ഒരുപോലെ. ശോഭന ചേച്ചി ഹായ് പറയൂ ശോഭന ചേച്ചി. രാവിലെ അവളിവിടെ വന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ടേ അവൾ പോകത്തുള്ളൂ. അതെന്നും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ടാ ഞങ്ങൾ അമ്മാവിൻ്റെ മോളും ഞാനും എങ്ങനെ ആ സ്നേഹം ഇന്നും അവൾക്ക് എന്നോടുണ്ട്, എനിക്ക് അവളോടുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഒരു മായവും ചേർത്തിട്ടില്ല ആ സ്നേഹത്തിൽ. ഇവളാ കൊച്ചില്ലേ നമ്മളന്ന് പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞൊരു ബണ്ണ് തരാമെന്ന് ചോദിച്ചേ. പോന്ന് നീ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടണമെങ്കിൽ പാടാ രാവിലെ. അതെ, ഒന്ന് കെട്ടിയെടുക്കണ്ടേ? ഇത്ര ഒരുപാട് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ഇതെല്ലാം കെട്ടി ചുമന്ന് വേണം അവിടെ കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ കണ്ടോ മര്യാദ കെട്ടി ഇനി ഇതൊരു ക്ലിപ്പും കൂടി ഇട്ട് കഴിഞ്ഞാല് അതങ്ങ് റെഡിയായി. ക്ലിപ്പ് എന്ത് ക്ലിപ്പിനി തപ്പുന്ന ചടങ്ങാണ് നടക്കുന്നത്. എവിടെയോ ക്ലിപ്പ് വെച്ചു. എല്ലാ വീടുകളിലും ക്ലിപ്പ് തപ്പലാണ്. അതാണോ ക്ലിപ്പ് കാണിക്കൂ? മറ്റേ ക്ലിപ്പായിരിക്കും. പുത്തൻ ക്ലിപ്പ് എന്ത് അമ്മ ഞാൻ മേടിച്ചോണ്ട് വന്നാള്. എവിടെ കൊണ്ട് എന്റെ പൊന്നു കുഞ്ഞ ഞാൻ വെക്കുന്ന സ്ഥലം ഒന്നും എനിക്കല്ലോ. ഇന്ന് റബ്ബർ ബാൻഡ് ഇട്ടാലോ? റബ്ബർ ബാൻഡ് അല്ല, അത് ബുഷ. എന്തെങ്കിലും ആകട്ടെ, ഇന്ന് ഇത് മതി. മുടി കൂടുതലുള്ളോണ്ടേ അത് പിടിച്ചു നിൽക്കാൻ പാടാ. ഓ മടക്കിക്കട്ടെ. അവിടെ ചെന്ന് ഇങ്ങനെ ഒരു കെട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ വെച്ചിട്ടാണ് തല തോർത്ത് കെട്ടുന്നത്. അന്നേരം ഞാനേ അവള് പോയി അവളിപ്പം എന്നെ ബഹളം വെക്കാൻ തുടങ്ങും. അത് ഞങ്ങൾ തമ്മിൽ അവിടെ ചെന്നാലും വഴക്കാം. ഞങ്ങളുടെ തൊഴിലുറപ്പിൽ ചെന്നാൽ അവരെപ്പോഴും പറയും ചേട്ടത്തേരിയത്തിൽ നിന്ന് രണ്ടും കൂടെ എന്തോ ഒരു അടിയാന്ന്. പിന്നെ ഞാനേ തൊഴിലുറപ്പിൽ പോയിട്ടെ ഉച്ചയ്ക്ക് വരാം, അന്നേരം കാണാം. ടാറ്റാ. ഞാൻ ഇറങ്ങുവാണേ. ഇതുകൊണ്ട് ബാഗിനകത്ത് എന്തോ അന്ന് ഞാൻ കാണിച്ചു. ഷർട്ട് എടുക്കാൻ മറന്നു. ഇതുകൊണ്ട് ഞാൻ വെളുത്തതാണേലും വെളുത്തത്തെ ഒരുമാതിരി പുള്ളിയൊക്കെ ഉണ്ട്. എന്റെ ചെറുക്കൻ്റെ ഷർട്ടാ ഞാൻ ഇടുന്നതല്ല. ഈ വെളുത്ത ഷർട്ട് എന്താ കറുത്ത ഷർട്ടാകും? കറുത്ത അല്ലടി, അല്ലെന്ന് വെളുത്ത ഷർട്ട് കറുത്ത ഷർട്ട് ആകും. കറുത്തല്ല ആകുന്നേ, മണ്ണിന്റെ കളറ്, മണ്ണിന്റെ നിറമാകും. മണ്ണിന്റെ നിറം. ഷാൾ ഇടണ്ടേ? പിന്നെ എന്റെ ജീവമേ ഷാൾ ഇടാതെ അങ്ങോട്ട് ചെന്നാ ഷാള് തപ്പാൻ പോവാണ്. ഷാള് തപ്പി തപ്പി ഷാൾ എന്റെ മുറി കിടപ്പുണ്ട്. ഓരോ ദിവസം എടുത്തോണ്ട് വരണം. എല്ലാ വീടുകളിലും ഇങ്ങനെയല്ലേ? ഒന്നും നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ ഒരുങ്ങുന്നത്. പോകാൻ നേരം ഒരു തപ്പലല്ലേ. ഒരുപാടൊന്നും ഒരുങ്ങണ്ടതേ, ഇത്രയൊക്കെ ഒരുങ്ങി പോയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ പിന്നെ അപ്പം ഇന്ന ഞാൻ നൈറ്റിട്ട്, അപ്പം ഇന്ന നൈ നൈറ്റിട്ട് ചോദിക്കും. ഇന്നലെ അവർ നൈറ്റ് ഇട്ടപ്പോൾ ഇച്ചിരി ഇറക്കം കുറഞ്ഞു പോയി. ഇന്നെന്നാ മുട്ടറ്റ നൈറ്റിട്ടുണ്ട്. ഉള്ളതല്ലേ ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ മുട്ടറ്റമായിരിക്കും, ചിലപ്പോൾ കീറിയതായിരിക്കും. ഒന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് തൊഴിലുറപ്പിന് പോകണം, ആ പ്രശ്നമേ ഉള്ളൂ. അപ്പം തേണ്ട തൊഴിലുറപ്പ് ബാഗ് എടുത്തു, വെള്ളക്കുപ്പി എടുക്കാൻ ഓടുന്നു. എപ്പി എവിടെ? ഫോൺ എവിടെ? പേഴ്സ് എവിടെ? ബാഗ് എവിടെ? എല്ലാം എടുത്തോ? അരിവാൾ എടുത്തോ? ആ കോടാലി കരിക്കോട്ട്. അപ്പം അമ്മ ഓഫീസിൽ പോവുകയാണ് ഗൈസ്. ഓക്കെ. തോർത്തു എല്ലാം എടുത്തല്ലോ അല്ലേ? ഒന്നും എടുക്കാനില്ലല്ലോ. ചെരുപ്പ്, അമ്മയുടെ ചെരുപ്പ്, മണ്ണിൽ പണിയെടുക്കുന്ന ചെരുപ്പ്. അതെ അതെ അമ്മ, ഇനി എന്നെങ്കിലും കുറച്ചും കൂടി ഒരുങ്ങണോ? ടാറ്റാ. വീഴല്ലേ, തന്നെ വീഴല്ലേ, സൂക്ഷിച്ചു പോണേ. ടാറ്റാ. ഇത്രയൊക്കെ ഉള്ളൂ അമ്മയുടെ ഗെറ്റ് റെഡി വിത്ത് മീ. കൈക്കോട്ടൊക്കെ ഓൾറെഡി തൊഴിലുറപ്പ് പണിയുന്നിടത്ത് വെച്ചേക്കുക. സെയിം പറമ്പിൽ തന്നെയാണ് പണിയുന്നത്. അപ്പോൾ അവരെല്ലാം അത് അവിടെ വെച്ചിട്ടാണ് വരുന്നത്. എപ്പോഴും കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മ ഒരുങ്ങുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ല, വിത്ത് അമ്മ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അമ്മ ഇനി കുറച്ചും കൂടി ഒരുങ്ങണോ, അല്ലെങ്കിൽ അമ്മയിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത്ര ഒരുക്കമൊക്കെ മതിയോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ആവാനുണ്ടോ അമ്മ? ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും സൺസ്ക്രീൻ വരട്ടണമെന്ന്. ഓൾറെഡി ഞാനിവിടെ സൺസ്ക്രീൻ അമ്മയ്ക്ക് വാങ്ങി ചോദിച്ചിട്ടുണ്ട്, ലാക്മിയുടെ സൺസ്ക്രീൻ. പക്ഷെ അമ്മ അത് ഉപയോഗിക്കത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ഒന്നും ഉപയോഗിച്ച് അമ്മയ്ക്ക് ശീലമില്ലാത്തത് കൊണ്ട് അത് പുരട്ടി കഴിഞ്ഞ് വെയിലത്ത് പോയി നിൽക്കുമ്പോൾ ഒന്നും കൂടെ വേർക്കുന്നു എന്ന് അമ്മ പറയുന്നത്. അറിയത്തില്ല. അപ്പം ഇല്ലാഞ്ഞിട്ടല്ല, അമ്മയ്ക്ക് അതൊന്നും താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. പൗഡർ പോലും അമ്മ ഇടത്തില്ല. പിന്നെ നമ്മൾ നിർബന്ധിക്കാം എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മയുടെ കാര്യത്തിൽ. അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ടാറ്റാ.